ഈ ബാക്ക്ഗ്രൗണ്ട് ഒട്ടും കൊള്ളത്തില്ല. ഇരിക്കുന്നു. ആ ബാക്ക്ഗ്രൗണ്ട് നശിപ്പിക്കാം. ചുമ്മാ അല്ല, എന്റെ ഹെഡ്ഫോൺ അല്ലേ ഇത്? ആ ഹെഡ്ഫോൺ ഞെടുത്ത, ഹെഡ്ഫോൺ ഞെടു. ഞാനിത് എവിടെയൊക്കെ നോക്കിയെന്നറിയാവോ? എന്താ നിങ്ങൾക്ക് എന്തിനാ അത്? കാറ്റ് കയറാതിരിക്കാൻ വേണ്ടി ഞാൻ കുത്തി വെച്ചാടാ കൊച്ചനെ. വാക്ക് കുത്തി വെച്ചേക്കുന്നതിനകത്ത് എന്റെ ഈ വീടിനേക്ക് നല്ലത് വീടിന്റെ മുന്നിൽ സെൽഫി. അയ്യോ ഓടി വാടാ. എന്തുവാടാ ചെറുക്കന്റെ അങ്ങോട്ട് വിളിക്കടാ. ഞാനൊരു സെൽഫി ഒരു പല മോഡലായിട്ട് എടുത്തതാ. അതിന് വൈകാത്ത വട്ടി കയ്യാൾ കയറാൻ പോണോ? ഓക്കെ അല്ലേ? പെട്ടെന്ന് കയറി വിളിക്കാ. എന്തെടുക്കുമായിരുന്നു? നല്ല ലുക്ക് ഉണ്ടാ. എന്തെടുക്കുമായിരുന്നു നീ? ഞാൻ സെൽഫി എടുക്കുമായിരുന്നു. ഇങ്ങനെ സെൽഫി എടുത്തോണ്ടോ നടന്നോ? നിന്റെ കൂടെ പഠിച്ച സുൽഫി അവന്റെ 3 പിള്ളേരെ എടുത്തോണ്ട് നടക്കുക. ഇപ്പോഴും നീ സെൽഫി എടുത്തോണ്ട് നടന്നാൽ മതിയോ? എന്തെങ്കിലും ഉത്തരവാദിത്തം? അച്ഛൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. സുൽഫി അവിടെ 3 പിള്ളേരെ എടുക്കട്ടെ. ഈ വരുന്ന ചിങ്ങത്തിൽ ഇവിടെ ഒരു കല്യാണം നടക്കും. ഒരു കാര്യം ചെയ്യും, നീ അമ്മയോട് സംസാരിക്കും. ഞാനും ഓക്കെയാണ്. ആര്? അല്ല, എന്റെ ഒരു കല്യാണം കൂടെ കഴിക്കുന്ന കാര്യമല്ലേ നീ പറഞ്ഞു? അയ്യോ, ഇത്രയും വലിയ ഭൂതിയൊന്നും അല്ലല്ലോ അച്ഛന്. അച്ഛാ, ഞാൻ വേറെ കേസ് പറയാം. അതല്ല അച്ഛാ, അച്ഛന്റെ ഈ പൊന്നുമോനെ കല്യാണം നടക്കും. എടാ, ജോലിയും കൂലിയില്ലാത്ത നിനക്കാരാണ് പെണ്ണ് തരുന്നത്? ഈ ജോലിയും കൂലിയില്ലാത്ത അച്ഛൻ ആരാണ് പെണ്ണ് തന്നത്? അത് ഞാൻ വിളിച്ചോണ്ട് വന്നതല്ലേ. വിളിച്ചോണ്ട് വന്നത് അച്ഛന്റെ അതേ ജനസാണ്, അച്ഛന്റെ അതേ രക്തമാണ്, അച്ഛന്റെ അതേ ബ്ലഡ് ആണ് എനിക്ക്. അപ്പൊ ഞാനും അതേപോലെ ഒരെണ്ണത്തിനെ വിളിച്ചോണ്ടിഞ്ഞ് വരും. അത് ചെയ്യുന്ന മോശമാണ്. പെൺപിള്ളേരെ അങ്ങനെ വിളിച്ചോണ്ട് വരരുത്. ഞാനൊരു കേസ് പറയട്ടെ അച്ഛാ. ഇനി വേറൊരു കേസുണ്ട്. ഞാൻ വിളിച്ചോണ്ട് വരാൻ പോണേ ആരാന്നറിയാവോ? പെണ്ണിനെ അല്ല, നല്ല കോടീശ്വരിയായ ഒരു പെണ്ണിനെ. കോടീശ്വരിയാ? ഞാൻ മക്കളെ ഞാൻ പറയുന്നേ, നമ്മുടെ പരുവത്തിൽ നമുക്ക് കൊക്കിനൊക്കെ കൊത്താവൂ. ഈ കൊക്കിനതും കൊത്തുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ ആയി പോണത്. അച്ഛാ, എന്തായാലും ഈ പ്രേമം എന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കണം. റിസ്ക് ആണോ? അപ്പൊ നമ്മൾ പ്രേമിക്കുന്ന പെണ്ണിന്റെ വീട്ടിലും കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ല, നമ്മുടെ വീട്ടിലും കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ല. ഇങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? വരുന്ന തലമുറയ്ക്ക് വീണ്ടും കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ലാതായിപ്പോ. ഇപ്പൊ അച്ഛൻ ചെയ്ത് നടക്കുമല്ലേ? അമ്മയുടെ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ല, ഇവിടെ നിവർത്തിയില്ല. അതുകൊണ്ട് ഞാനൊക്കെ ഇങ്ങനെ ആയിപ്പോയി. പക്ഷെ അങ്ങനല്ല. എന്റെ ഇതോടുകൂടി ഇനിയുള്ള തലമുറ കഞ്ഞി കുടിക്കാൻ നിവൃത്തിയുള്ളവരായിട്ട് മാറണം. അതായിക്കോട്ടെ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഇനി മുതലൊരു മാറ്റത്തിന് വേണ്ടി ഞാനൊരു കോടീശ്വരിയെ കെട്ടണം. കോടീശ്വരിയെ കണ്ടുവച്ചിട്ടുണ്ടോ? പിന്നെ ഫേസ്ബുക്കിൽ കൂടെ ഞാനൊരു പെണ്ണുമായിട്ട് പരിചയപ്പെട്ടു. അപ്പൊ ഞങ്ങൾ ചാറ്റിംഗ് ഒക്കെ ചെയ്തു. അതൊക്കെ ശരിയാവോട്? അതൊക്കെ സത്യം 8 ടിപ്പർ ഉണ്ടല്ലോ പറഞ്ഞ്. മൊത്തം നിന്റെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്കുന്ന തോന്നുന്നു. ഇല്ല, അതൊക്കെ ശരിയാ. ഞാൻ കഴിയട്ടെ. അഥവാ നമ്മളിപ്പോ അവരെ വിളിച്ചോണ്ട് വന്നു, 1 മാസം അല്ലെങ്കിൽ 1 വർഷം, ഒരു 10 മാസം എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഒളിച്ചു താമസിക്കും. 10 മാസം കഴിയുമ്പോഴത്തേക്ക് അതോ കോംപ്രമൈസ് ആവത്തില്ലേ? അല്ല, ഇതെന്തോ എനിക്ക് മനസ്സിലായില്ല. ഒരു കുപ്പി എടുത്തടിക്കുന്നു. ഒരു കുഞ്ഞിനെയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അമ്മായി എപ്പോ കോംപ്രമൈസ് ആയോ? നിന്റെ കാൽക്കുലേഷൻ ഭയങ്കര കേട്ടോ. മൈൻഡ്. അപ്പൊ എന്താണെങ്കിലും സെറ്റാ. ഒരു മോളെ ഉള്ളെന്ന് പറഞ്ഞിട്ട്. പക്ഷെ വേറെ കേസുണ്ട്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വലിയ സെറ്റപ്പ് ആണ്. സെറ്റപ്പ് ആണല്ലോ. അതല്ല അച്ഛാ, ഇത്രയും വലിയൊരു കോടീശ്വരി സ്നേഹിക്കുമ്പോ നമ്മളെ വീട് ഇതാണ്, നമുക്കൊരു നിവൃത്തിയില്ല, അച്ഛൻ മറ്റേ ടാപ്പിങ്ങിന്റെ പണിയാണെന്നൊക്കെ പറഞ്ഞ അച്ഛാ. അതുകൊണ്ട് അങ്ങനൊന്നും അല്ല, നമ്മൾ വലിയ സെറ്റപ്പ് ആണെന്ന് കണക്കിയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അതിനിപ്പോ എന്താ കുഴപ്പം? അല്ല, അവരെന്താ എന്തെങ്കിലും കാണാൻ വരികയോ അടിക്കാൻ കാണാൻ ചെറുതുണ്ടോ? ഈ വീടാണ് നമ്മളെ വീടായിട്ട് എപ്പോഴും ഞാൻ സെൽഫി എടുത്തിട്ട് കൊടുക്കുന്നത്. അനുവിന്റെ അച്ഛനൊരു കാര്യം പറയണം. അകത്ത് വെച്ച ടി വി ആര് തലതിരിച്ചു വെച്ചത്? തലതിരിച്ചു വെച്ചെന്നാ? ടി വി ആര് തലതിരിച്ചു വെച്ചത്? നീയാണോടാ? ടി വിയാ? നോക്ക്. എനിക്ക് എന്റെ തലയിരിക്കണോ? ഞാനെന്തിനാ ടി വി തലയിരിച്ചു വെക്കണം? അല്ല പിന്നെ മറ്റേ ടി വി തലയിരിച്ചു വെച്ചേക്കുന്നതല്ല, ടി വിയിൽ യോഗാസനം പരിപാടിയിൽ ശീർഷാസനം കാണിക്കുന്നതാണ്. അത് കാണണം, നീ തലയെ കുത്തി നിന്ന് കണ്ടാ മതി. ഒറ്റ മിനിറ്റ്, ഒരു കോള് വരുന്നേ. ആരാതൊരു കോള് വരുന്നത്. അച്ഛാ, മറ്റേ ഞാൻ പറഞ്ഞില്ലേ പ്രണയിച്ച പെണ്ണ്, അവളാ വിളിക്കുന്നത്. വിളിക്കൂ. എടുക്കട്ടെ. ഒന്ന് പിടിക്കാനല്ല കോളെടുത്തത്. ഹലോ, പറഞ്ഞോളെ. എവിടെ പോന്നു? അമ്പലത്തിലാ? ഇങ്ങോട്ട് വരുന്നാ? അയ്യോ, അല്ല, ഇങ്ങോട്ട് ഇപ്പൊ വരണമെന്നില്ല. അതെ, ഞങ്ങൾ ഒരിടത്തരെ പോവാൻ. അയ്യോ, അങ്ങനെ പറയല്ലേ, നിർബന്ധം പറയല്ലേ. അയ്യോ, വരുവോ? അച്ഛനുമാട്ടോ? ശരി, ഓക്കെ. അച്ഛൻ ആകെ പൊളിഞ്ഞ. അമ്മ ആകെ പൊളിഞ്ഞു. എന്താ കാര്യം പറഞ്ഞു? ഞാൻ പ്രണയിച്ചൊരു പെണ്ണെന്ന് പറഞ്ഞില്ലേ, കോടീശ്വരി. ആ പെണ്ണ് എന്റെ വീട് കാണാനായിട്ട് അച്ഛനെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നതാണ്. അതിന് ഈ വീട് നമുക്ക് കാണിച്ചു കൊടുത്താ പോരെ? അച്ഛൻ ഞാൻ ഭയങ്കര സെറ്റപ്പ് ആണെന്നൊക്കെയല്ലേ പറഞ്ഞു വെച്ചേക്കുന്നത്. ഞാനിപ്പോ എന്തോ ചെയ്യും, അത്രയും കോടീശ്വരി ടീമാണ്. നമ്മളിപ്പോ പെട്ടെന്ന് ഞാൻ വിചാരിച്ച് കല്യാണം കഴിഞ്ഞൊക്കെ പറഞ്ഞ് സെറ്റപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ഞാനിത് എപ്പോഴേ പറഞ്ഞത് കുഴപ്പമാകും. എത്ര നാൾ കള്ളം പറഞ്ഞിരിക്കാൻ പറ്റും? മനുവേ, എന്നാണ്ട് ഇവിടെ എന്താ? നീ എന്താ ഇവിടെ? നമ്മളെ തമ്പി സാറില്ലേ, തമ്പി സാർ അമേരിക്കക്ക് പോയപ്പോ ഈ വീട് എന്നെയാ നോക്കാൻ ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഞാനതൊന്ന് തുറന്നല്ല ഒന്ന് വൃത്തിയാക്കി ഇടാൻ പറ്റുമെന്ന് നോക്കിട്ട് പോയാ വന്നതാ. അതെ,
ദൈവമാടാ നിന്നെ ഇവിടെ എന്റെ മുമ്പിൽ കൊണ്ട് എത്തിച്ചത്. നീ എന്റെ എന്നും നല്ലൊരു സുഹൃത്താ. അതെ. അത് തമ്പിച്ചാൻ അവിടെ അമേരിക്കയിലല്ലേ? പിന്നെ ഇപ്പൊ അളിയ ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചു. അപ്പൊ അവർ വലിയ ക്യാഷ് ടീമൊക്കെയാണ്. അപ്പൊ ജസ്റ്റ് അവരൊന്ന് നിന്ന് കാണാൻ വരുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ അതുവരെ ഈ വീട് ഞങ്ങളെ വീടായിട്ടൊന്നും. ഈ വീടോ? 1 മണിക്കൂറത്തേക്ക്. എടാ തമ്പിച്ചാൻ എനിക്ക് മാസ ശമ്പളം തന്നാണ് ഈ വീട് നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. സത്യസന്ധമായിട്ട് ജോലി ചെയ്യാന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്തം. ഞാൻ അതേ ചെയ്യുള്ളൂ. എന്നെ അതിനൊന്നും കിട്ടത്തില്ല. നീ വേറെ പണി അല്ലല്ലേ നോക്ക്. ഞാൻ പറഞ്ഞു 1 മണിക്കൂറത്തേക്കുള്ള കേസേ ഉള്ളൂ. 1 മണിക്കൂറില്ല 1 മണിക്കൂറില്ല വേറെ പണി നോക്ക്. നിന്റെ പഴയ ഗൂഗിൾ പേ നമ്പർ തന്നെയല്ലേ? ഏത് പഴയ ഗൂഗിൾ പേ നമ്പർ പഴയതൊക്കെ തന്നെ. അതല്ല 2000 രൂപ എന്ന് പറഞ്ഞാൽ അതോട്ട് അങ്ങ് വീഴും. ഇപ്പോഴോ? എന്താ പുളിക്കുവോ? കാര്യം പറഞ്ഞാല് സത്യസന്ധമല്ലാത്തൊരു കാര്യത്തിന് ഞാൻ കൂട്ട് നിൽക്കത്തില്ല. പക്ഷെ നിനക്കൊരു നല്ല കാര്യം വരുമ്പോഴത്തേന് ഞാൻ അതിനെ എതിർത്ത് നിൽക്കത്തില്ല. പക്ഷേ എനിക്കറിയാം. ഈ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഗൂഗിൾ പേയിലോട്ട് എന്നൊന്ന് വിട്ടേക്കണം. സത്യമായിട്ട് എടാ അതിനകത്തെ ആ നല്ല പുള്ളിയുടെ പുതിയ ഡ്രസ്സൊക്കെ പുള്ളി പോയിട്ട് വരുമ്പോഴത്തേന് ഇടാനായിട്ടുള്ള പുതിയ ഡ്രസ്സൊക്കെ ഇവിടെ അലമാരിക്കകത്ത് വെച്ച് പൂട്ടിയിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ഇത് ഇവരോടൊന്നും ചെന്നേക്കരുതെന്ന് പറയണം. എനിക്ക് ഇവരുടെ സ്വഭാവം അറിയാതുകൊണ്ടാണ്. 1 മണിക്കൂറത്തെ കേസേ ഉള്ളൂ. നീ പറഞ്ഞതുകൊണ്ട് മാത്രം. തീർച്ചയായിട്ടും എന്നെ വിശ്വസിക്കും. ഞാൻ പോകുന്നില്ല. ഞാൻ ഈ ഭാഗത്തൊക്കെ തന്നെ കാണും. നീ താക്കോല് നന്നാ. താക്കോൽ വേണ്ട, തുറന്ന് ഞാൻ ഇതിനകത്ത് കാണും. നീ ഇങ്ങോട്ട് ഇറങ്ങി വരല്ലേ? ഒന്നും പറയാല്ലേ, ചതിക്കില്ല. ഞാൻ ഇങ്ങോട്ട് വരത്തൊന്നുമില്ല. അവന്റെ കാല് പിടിക്കാൻ പോകുന്നു. അച്ഛാ ആവശ്യം എന്റെ ആണോ? എന്റെ ആവശ്യമാണോ? 1 മണിക്കൂറത്തുള്ള കേസല്ലേ ഉള്ളൂ. നമ്മളെ വീട് ഇതാന്ന് പറയും. ബാക്കി എന്താ വരുന്നത് പോലെ ഞാൻ പിടിച്ചോളാം. എനിക്ക് എന്തായാലും അവളെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? വാ ഇനി മുതൽ നമ്മളെ വീട് ഇതാണ്. വാ അത് വേണോടാ. കാലക്കാലം വൃത്തിയാക്കിയിട്ട് കയറണം. അന്തസ്സോടെ അങ്ങോട്ട് ചാടി അങ്ങോട്ട് ചെല്ലുന്നത്. പടി അച്ഛാ അവന്റെ ഒരു ആവശ്യമില്ല, നമ്മളത് നിറവേറ്റി കൊടുക്കണം. അവര് വരുമ്പോ നമ്മൾ ഒന്നും പറയാൻ വെറുതെ നിന്നാ മതിയല്ലേ? ഞാനൊരു കേസ് പറയാം. അവര് ഭയങ്കര ഈ കൾച്ചർ ടീമാണ്. മിച്ചറല്ല കൾച്ചർ. ഭയങ്കര കൾച്ചർ മീൻസ് അറിയില്ല. മനസ്സിലായില്ല. നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ടീമാണ്. നമുക്കുണ്ടല്ലോ. എത്ര? ഞാൻ പഴയ 2 55 വരെ എനിക്ക് എണ്ണ അറിയാം. നീ കൂടുതൽ സംസാരിക്കല്ലേ? നമ്മളടുത്ത ബാബു പോലും അത്ര എണ്ണൂല്ല. ഞാൻ പറയട്ടെ, ഞാൻ അഥവാ അവരെന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ വിവരക്കേടൊന്നും വിളിച്ച് പറയരുത്. ഇപ്പൊ നിനക്കൊരു നല്ലതിന് വേണ്ടിയല്ല. ഞങ്ങൾ എന്തോ പറയണം. ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഇറ്റ്സ് ഓക്കെ ഫൈൻ. ഇറ്റ്സ് ഓക്കെ ഫൈൻ. അങ്ങനല്ലേടി? ഞാൻ പറയാം ചില സമയത്ത് വെരി ബാഡ്. ഇത് 2 പറഞ്ഞാൽ മതി. വെരി ബാഡ്. അഥവാ കൈവിട്ട് പോയാൽ ഞാൻ മഴ വരുന്നു എന്ന് പറഞ്ഞ സിഗ്നൽ തരും. അപ്പോഴത്തേക്ക് മിണ്ടായിരുന്നാ മതി. നീ പേടിക്കേണ്ട കാര്യം നമുക്ക് ഞെട്ടിക്കാതെ അവരെ. ആണോ? കേട്ടോ, ഞങ്ങൾ അതോട് കയറാന്നാ. ശരി, വലുതാലി വെച്ച് കയറ്. അമ്മൂമ്മയും കൂടെ വിളിച്ചോണ്ട് ഞാൻ വിളിക്കാം. വലുതാലി വെച്ച് കയറ്. തണുക്കുന്നു. നശിപ്പിക്കൽ അവനവിടെ ഉണ്ട്. സുധീഷേ അമ്മയും അച്ഛനും അങ്ങോട്ട് കയറി നിന്നിട്ടുണ്ടേ. ആ ശവു ഒന്നും തുറക്കല്ലേ, കളവെടുത്ത് പറ. ഇവിടെ കഴിക്കാൻ വല്ലതും ഉണ്ടോ? തുടങ്ങിയടാ എന്റെ പൊന്നെ. അമ്മേ വാ, നമുക്ക് ഇനി മുതൽ നമ്മളെ വീട് ഇതല്ല. അതാ അങ്ങോട്ട് പോ. ഞാൻ വരത്തില്ല. ഞാൻ വരത്തില്ല. അങ്ങനെ പറയല്ലേ. വാ. ഞാൻ വരത്തില്ല. എന്റെ മൂപ്പിലാണ് അടക്കിയത് ഈ മണ്ണില. ഇവിടെയാണ്. ഞാൻ എന്റെ മൂപ്പിലാനെ വിട്ട് ഞാൻ വരത്തില്ല. ഞാൻ വരത്തില്ല. ഞാൻ പറയുന്നത് എനിക്കിവിടെ വേറെ നിവൃത്തിയില്ല. ഞാൻ വരത്തില്ല എന്നല്ലേ പറഞ്ഞത്. അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മൂപ്പിലാനെ വിട്ടിട്ട് ഞാൻ എങ്ങ് വരത്തില്ല. എന്റെ മൂപ്പിലാനെ വിട്ടത് ഞാൻ വരത്തില്ല. കേറ് കേറ്. എന്റെ മൂപ്പിലാ ഇല്ല, അവിടെ ഉണ്ട്. മൂപ്പിലാണ് എഴുതിട്ട് പോത്തേന്നില്ല, അവിടെ തന്നെ കിടക്കില്ലേ. അയ്യോ മായ. മനു, ഇതെന്റെ പപ്പ. പപ്പ, ഇത് മനു. നമസ്കാരം സാർ. മനു അങ്കിൾ. മനു അങ്കിളോ? അല്ല, മനു കോൾമീസ് അങ്കിൾ. അയ്യോ അങ്കിൾ. ശരി അങ്കിൾ. സാറ് വേണ്ട കേട്ടോ. മായ വിളിച്ചപ്പോ പറഞ്ഞു ഇങ്ങനെ സാറൊന്ന് വീട് കാണാൻ വരുന്നു എന്ന് പറഞ്ഞു. ആ കുട്ടികളുടെ ഇഷ്ടമാണല്ലോ. അവളിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ ഇത്രേ ചിന്തിച്ചുള്ളൂ. അവൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ ജീവിക്കുന്നത്. അന്നേരം പിന്നെ ജാതിയോ മതമോ പണമോ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. അവളുടെ ഇഷ്ടം എന്താണ് അതാണ് എന്റെ ഇഷ്ടം. മോന്റെ അമ്മ അച്ഛൻ വിളിക്കാം. ഡാഡ്, അച്ഛാ ഡാഡ്. ജസ്റ്റ് ഒരു മിനിറ്റ്. ഇതെന്താ? നീ അല്ലേ പൈപ്പ് എടുത്ത് കടിക്കണമെന്ന് പറഞ്ഞു? ഈ പൈപ്പാണോ? പിന്നെ അവിടുന്ന് ബാത്റൂമിൽ അടിച്ചു മാറ്റിയത്. അത് വീടി വലിക്കാതെ അവിടെ ആ സാറിന്റെ തമ്പി സാറിന്റെ ഒരു പൈപ്പ് ഉണ്ട്, അത് വലിക്കുന്നത്. അതാണോ? അത് വ്യക്തമായിട്ട് പറയണ്ടടാ. എന്ത് കോലും എന്തോ കുഴപ്പം. അയ്യേ, എന്താണ് അച്ഛനും മകനും കൂടി ഒരു കാര്യങ്ങൾ അല്ലേ മനുവിന്റെ? മനസ്സിലായി. നമസ്കാരം. ഇറ്റ്സ് ഓക്കെ ഫൈൻ.
മക്കളുടെ ആഗ്രഹത്തിന് നമ്മൾ കൂട്ടു നിൽക്കണമെന്നാണല്ലോ. ഇറ്റ്സ് ഓക്കെ ഫൈൻ. കാരണം അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. ഇറ്റ്സ് ഓക്കെ ഫൈൻ. എനിക്ക് തോന്നുന്നു മനുവിന്റെ അച്ഛന് ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. Fine, but yes, ഐ yes. തിങ്ക് യു ആർ മോർ കംഫർട്ടബിൾ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. Okay, no problem. I used to sometimes speak in English, but I wish to speak Malayalam because it's our mother tongue. ഇറ്റ്സ് ഓക്കെ ഫൈൻ. ഒരു മിനിറ്റ്. ഞാനൊരു കാര്യം പറയട്ടെ. I really പക്ഷേ wish മലയാളത്തിൽ you അയാൾ Malayalam. മലയാളം പറഞ്ഞായിരുന്നു. ആദ്യം മലയാളം പറഞ്ഞായിരുന്നു. പിന്നെ എന്തിനാണ് ചാടിക്കറി ഇങ്ങനെ പറയാൻ പോയത്? നീ എന്നോട് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ ഫൈൻ പറഞ്ഞാൽ മതി. അത് ഇംഗ്ലീഷിൽ പറയുന്നെങ്കിൽ മാത്രമേ പറഞ്ഞാൽ മതി. സാർ ഇറ്റ്സ് ഓക്കെ ഫൈൻ. കുഴപ്പമില്ല. നമുക്ക് മലയാളം സംസാരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? Have no problem. ഓക്കെ കുഴപ്പമില്ല. അമ്മ ഒന്ന് കോഴിക്കോട് അടയ്ക്കുക. ഏതാ? കോഴിക്കോട് അടയ്ക്കുക. കോഴിക്കോട് പോയോ? കോഴിക്കോട് പോയിരുന്നായിരുന്നു. ഇപ്പൊ റെസ്റ്റ് എടുക്കുന്നു. കാലുവേദനയുണ്ട് കേട്ടോ. അപ്പൊ അമ്മ ഒരുപാട് അതാണ്. ഓക്കെ. യാത്ര കഴിഞ്ഞതിന് ശേഷം Don't mind, ഒന്ന് വിളിച്ചാൽ വിളിക്കും സാർ. മീറ്റ് ചെയ്യാലോ അല്ലേ? അമ്മയുടെ ഒന്ന് കാണണ്ടേ മോളെ? വിളിക്കാം. അമ്മ. അയ്യോ. മനു അമ്മ. മമ്മി. എന്ത് മണ്ണ് വാ മമ്മേ. എല്ലാരും വന്നു മമ്മേ. തമ്മിട് പപ്പ. നേരത്തെ പറഞ്ഞ ഞാൻ പിടിച്ചു വെക്കായിരുന്നല്ലേ എന്താണ്? കപ്പ. കപ്പയല്ല പപ്പ. മായയുടെ ഇത് വിത്തൗട്ട് ആണോ? സിറ്റ് ഔട്ടിൽ ഇരുന്ന് കുടിക്കാൻ കുഴപ്പമില്ല. സിറ്റ് ഔട്ട് എന്നല്ല, വിത്തൗട്ട്. പഞ്ചസാര വേണ്ട. എല്ലാരും ഇംഗ്ലീഷാണ്. അയ്യോ എന്റെ മരുമോളാവാൻ വരുന്ന മോളെ. അയ്യോ നല്ല കൊച്ചത് തരിപ്പാണ് എന്റെ പിള്ളേ കുടിമോളെ. അയ്യോ മമ്മി ഇതെന്താ ലാപ്ടോപ്പ്? നിന്റെ അടുത്ത് അപ്പഴേ ഞാൻ പറഞ്ഞല്ലേ മടക്കണ പാത്രം തരരുത്. മടക്കുന്ന മാത്രമല്ല, ലാപ്ടോപ്പ്. മമ്മി 24 മണിക്കൂറും ഓൺലൈനോ? അടുക്കളയിൽ എല്ലാരും ഓൺലൈനിലാണല്ലോ. അടുക്കളയിൽ റെസിപ്പി ഒക്കെ നോക്കി എപ്പോഴും ചെയ്തോണ്ടിരിക്കും. ഇത് വിട്ടുള്ള കളിയില്ല. ഇവിടെ അരി മാറ്റുന്നതും ഇതിനകത്തിട്ടാണ്. എന്നെ പരിചയപ്പെടുത്തുന്നില്ലടാ. നീ അതാരാ മനു? അതാരാ? അതോ? അത് ഗ്രാൻഡ്മ. മനു എന്റെ തള്ള. എന്റെ അമ്മ. അതെ അതെ അതെ. ഈ ഗ്രാൻഡ്മയെ കുറിച്ച് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല. എനിക്ക് സർപ്രൈസ് തന്നതല്ലേ? അതെ അതെ ഞാൻ ഗ്രാൻഡ്മയെ വിളിക്കൂ പ്ലീസ്. അല്ലേ? ഗ്രാൻഡ്മയെ വിളിക്കോ? അതെ അതെ. ഗ്രാൻഡ്മ. Grandma, my grandma love you too. Grandma, grandma. ഗ്രാൻഡ്മ, അമ്മ. ഇതാണ് എന്റെ എല്ലാരും കണ്ടപ്പോ ഒരുപാട് സന്തോഷം. പിന്നെ അതിനേക്കാൾ ഉപരി എനിക്ക് ഇഷ്ടപ്പെട്ട മോള് പറഞ്ഞു നിങ്ങളെല്ലാം വലിയ കലാകാരന്മാരാണ്, കലയെ സ്നേഹിക്കുന്നവരാണ്, കലയെ ഇഷ്ടപ്പെടുന്നവരാണെന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞു ഞങ്ങൾ കുടുംബ പാരമ്പര്യമായിട്ട് കലാകാരന്മാരാണ്. ആണ്. ചെറിയൊരു മഴ വരുന്നെന്ന് തോന്നുന്നു. അങ്ങോട്ട് കിടക്കണമെന്നില്ല. So bad. അത് എന്റെ അമ്മ. അമ്മ നല്ല നർത്തകിയാണ്. ഈ പ്രായത്തിലോ? ഈ പ്രായത്തിൽ അമ്മ നൃത്തം ചെയ്യുമോ? Unbelievable, unbelievable, man. കലാഭവനിൽ 7 വർഷം ഗാനമേളക്ക് അമ്മയ്ക്ക് നാണക്കേടാ ഈ പാട്ടുകാരിയാന്ന് വെളിയിൽ പറയാൻ. Hey, it's a privilege, no? It's good. പറയ്. അല്ല അവര് വന്ന് നമ്മുടെ വീട്ടിൽ വന്നില്ല. അവരെ സന്തോഷിപ്പിക്കാനായിട്ട് 2 Please, കീർത്തനം please, please. Tension ആ. 1 2 3 4 യേസാമി യേസാമി കൊഞ്ചന സാമി കിഞ്ചന സാമി സാമി യേസാമി യേസാമി കുഞ്ചന സാമി കഞ്ചന സാമി മഞ്ചന സാമി 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 സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. ചക്കും തകൃതും തകിത്ത ചത്തം ഛം. പണ്ട് ഭജനയ്ക്കൊക്കെ പോകുമായിരുന്നു. എന്റെ കുട്ടിക്കാലത്ത് ഞാന് ശബരിമല പോകുന്ന സമയത്ത് ഒരിക്കൽ ഇതുപോലെ ഒരു മിനിറ്റ് ആ ചാബി ഒന്ന് മാറ്റി വെക്കും. ഇങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി ഗ്രേറ്റ്. നോക്കൂ, എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ സർപ്രൈസ് ആണെന്ന് അറിയാമോ? മുത്തശ്ശിയുടെ കോസ്റ്റ്യൂമാണ്. നോക്ക് എന്ത് മോഡേണായിരിക്കുന്നു. അതിന് ഇത് ഞങ്ങളുടെ ഉടുപ്പല്ല, അമേരിക്കയിലെ തമ്പിസാറിന്റെ പെണ്ണുമ്പോഴുടെ ഉടുപ്പാ. ഈ വീടും ഞങ്ങളെ അല്ല, തമ്പിസാറിന്റെയാ. അങ്ങോട്ട് അങ്ങനെ പോ. എല്ലാം നശിപ്പിച്ചപ്പോ മനു ഇവിടെ വരൂ. അതെ. ഒരു മിനിറ്റ് എന്താ ഇത്? അതെ. എന്തായി കാണിക്കുന്നത് നിങ്ങള്?
എന്താ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ ഉള്ള കാര്യം അങ്ങ് പറയാം. ഉള്ള കാര്യം പറയൂ. അതിനകത്ത് എന്താ പ്രശ്നം എന്താണ്? ഉള്ള കാര്യം പറയൂ പ്ലീസ്. എന്റെ പൊന്നു സാറേ, സാറിന്റെ അത്രയൊന്നും പണം നമുക്കില്ല. നിങ്ങളോട് പിടിച്ചിരിക്കാനും നമുക്കും പറ്റത്തില്ല. പിന്നെ അവനെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ചെറിയൊരു വേഷം കെട്ടിയതാണ്. ഇതൊന്നും നമ്മുടെ അല്ല, എന്റെ വീടാണ് ഇത്. അവനവിടെ നിൽക്കാൻ നാണക്കാരായതുകൊണ്ട് നമ്മളവിടെ പിടിച്ചോണ്ട് വന്നു. സമ്മതമാണെങ്കിൽ കൊച്ചിനെ കല്യാണം കഴിച്ചു കൊടുക്കാം, അല്ലാതെ നമ്മൾ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. മനു മനു you cheat! You cheat, മനു! ഇല്ല ഞാൻ സത്യം പറഞ്ഞ ഞാൻ ചീറ്റ് ചെയ്തിട്ടില്ല. മനു പറഞ്ഞ മുഴുവനും കള്ളത്തരായിരുന്നു. ഞാൻ എന്ത് കള്ളം പറഞ്ഞു? മനു പറഞ്ഞു ഡാഡ് സ്റ്റേറ്റ്സിലാന്ന് പറഞ്ഞില്ലേ? ആ സ്റ്റേറ്റിലാണ്. എവിടെ? ഏത് സ്റ്റേറ്റിലാ? റബ്ബർ സ്റ്റേറ്റില് ടാപ്പിങ്ങാ പണി. രാവിലെ 300 റബ്ബർ ചെയ്യാൻ പറ്റും. 300 എണ്ണം. അതുകൂടാണ്ട് മമ്മിക്ക് കോടികളുടെ ബിസിനസ് ആണെന്ന് പറഞ്ഞില്ലേ? മമ്മിക്ക് കോടികളുടെ ബിസിനസ് തന്നെയാണ്. എന്ത് ബിസിനസ്സാ? ബിവറേജിന്റെ അടുത്ത് ലോട്ടറി കച്ചവടം. സൗഭാഗ്യഭാഗ്യക്കുറികൾ നാളെയാണ് വന്നിട്ട് തലയിട്ടിക്കും ഏട്ടാ, എത്ര ഞങ്ങൾ അതുകൊണ്ടൊക്കെ തന്നെ ജീവിച്ചു പോകണം. എനിക്കൊന്ന് കേൾക്കണം. മനു എന്നെ cheat ചെയ്തു. എല്ലാവർക്കും സമാനമായല്ലോ. ഇത് കിടന്ന് ഞാൻ കളിച്ചു. എന്റെ ഉദ്ദേശിച്ചു തല്ലായിരുന്നു സാർ. ലക്ഷ്യമാണല്ലോ പ്രധാന, മാർഗമല്ലല്ലോ. അന്ന് ഭഗവത്ഗീതയെ പോലും പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഞാൻ ആദ്യം ശരിയാണ്, പണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചില്ലായ്മ കൊണ്ട് സാർ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം സാർ. സാർ എനിക്കുള്ളത് വേണം സാർ. അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല സാർ. പ്ലീസ് ഒന്ന് പറ സാർ. മോളെ, ജീവിതം ഒന്നേ ഉള്ളൂ. അതെ, നീ ഒരുപാട് ആഗ്രഹിച്ച് നേടിയ ഒരാളാണ്. നേടാൻ ആഗ്രഹിച്ച വ്യക്തി. അവനെ നിനക്ക് പൂർണ്ണ മനസ്സോടെ ഇഷ്ടമാണെങ്കിൽ നീ അവനെ സ്വീകരിക്കും. പണം എത്ര വേണം നമുക്ക് ഉണ്ടാക്കാമല്ലോ. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും കുട്ടി. പറയുന്നത് കേൾക്കങ്ങോട്ടെ. തനിക്ക് അങ്ങനെയൊക്കെ പറയാം, ഇതൊക്കെ പറയും. താൻ ആരോടോ? എന്റെ ജീവിതം വെച്ചാ ഞാൻ കളിക്കുന്നത് അറിയാമോ? എവിടെയെങ്കിലും ഇറങ്ങി പൊക്കോളാം. സ്വന്തം തന്തയുടെ മുമ്പിൽ ഞങ്ങൾ പറയുന്നത്. ആരാ പറഞ്ഞ ഇയാൾ എന്റെ തന്തയാന്ന്? പിന്നെ വഴി കിടന്ന നാടകക്കാരനെ വേഷം കെട്ടി ഞാൻ വിളിച്ചോണ്ട് വന്നതാ. കടയ്ക്കാവൂർ ചന്ദ്രൻ. കടയ്ക്കാവൂർ ചന്ദ്രൻ. കഴിഞ്ഞ 25 വർഷമായിട്ട് നാടകമായി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ജീവിതത്തിൽ നാം ശത്രുക്കളെ നേരിടുമ്പോഴാണ് നമ്മുടെ തനതായ ശക്തി അന്യർക്ക് ബോധ്യപ്പെടുന്നത്. ആജന്മ ശത്രു മിത്രമായി മാറുന്നതും മിത്രമായിരിക്കുന്നതും ശത്രുവാകുന്നതും സ്വാഭാവികം മാത്രം. അത്തരം ഒരു ജീവിതത്തിലെ യഥാർത്ഥമായ ആവിഷ്കാരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ നിങ്ങൾ നാടകമൊക്കെ സ്റ്റേജിൽ മതി. നീ ഇങ്ങോട്ട് വന്നേ. അമ്പടി പഠിച്ച കള്ളി. അപ്പൊ നീ എന്നെ പോലെ ഇതേ പഠിച്ച കള്ളി തന്നെ ആയിരുന്നു അല്ലേടി? മനു, എനിക്കൊരു വലിയ കോടീശ്വരനെ കെട്ടണമെന്നായിരുന്നു ആഗ്രഹം. സോറി മനു. എന്നാലും നീ എന്നെ പോലെ സെയിം ഉടായ്പ കാണിച്ചല്ല. ചുരുക്കം പറഞ്ഞ നമ്മൾ രണ്ടുപേരും ഒരേ വള്ളത്തിൽ യാത്ര ചെയ്യുന്നവരാണല്ലേ? എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് തുഴഞ്ഞ് ഈ വഞ്ചി നേരെ മുന്നോട്ടങ്ങ് പോട്ടെ.